ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എത്തിരിസ് വണ്ടർലാൻഡ്. 5ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. സീഡ് ആൻഡ് സോയിൽ എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസാണ് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ആക്ടിവിറ്റി 1. ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ്. പാറു ലവ്ഡ് ഹെർ ഗ്രാൻഡ് മദർ വെരി മച്ച് ആൻഡ് കോൾഡ് ഹെർ എച്ചു അമ്മ. ഈ സെൻറ്റൻസിൽ ഗ്രാൻഡ് മദർ എന്ന വേർഡ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ അണ്ടർലൈൻഡ് വേർഡ്? ഈ അണ്ടർലൈൻ ചെയ്ത് നിൽക്കുന്ന വേർഡിൻ്റെ പ്രത്യേകത എന്താണ്? അതാണ് ചോദിച്ചിരിക്കുന്നത്. ലെറ്റ് സി. ഗ്രാൻഡ് മദർ, രണ്ട് വേർഡ്സ് ചേർന്നിട്ടാണ് ഗ്രാൻഡ് മദർ എന്ന വേർഡ് ഉണ്ടായിരിക്കുന്നത്. ചൂസ് 2 അപ്രോപ്രിയേറ്റ് പിക്ചേഴ്സ് ടു ഗെറ്റ് സിംഗിൾ മീനിങ് വേർഡ്സ്. താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ 2 പിക്ചേഴ്സ് ജോയിൻ ചെയ്തിട്ട്, സ്യൂട്ടബിൾ ആയിട്ടുള്ള 2 പിക്ചേഴ്സ് ജോയിൻ ചെയ്തിട്ട് മീനിങ് വേർഡ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. സണ്ണും ഫ്ലവറും ചേർത്തിട്ട് സൺഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാം. അവിടെ സ്റ്റാറും ഫിഷും കാണുന്നുണ്ട്. ആ 2 വേർഡ്സും ചേർത്തിട്ട് സ്റ്റാർ ഫിഷ് ഉണ്ടാക്കാം. അതുപോലെ ഹാൻഡും ബാഗും ഉണ്ട്. ആ 2 വേർഡ്സും കൂടി ചേർത്തിട്ട് ഹാൻഡ് ബാഗും ഉണ്ടാക്കാം. മനസ്സിലായല്ലോ? നമുക്ക് ആക്ടിവിറ്റി 2ലേക്ക് പോകാം. കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻസ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യണം ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വേർഡ്സ് ഉപയോഗിച്ചിട്ട്. റൈറ്റ് ദ ആൻസേഴ്സ് ആഫ്റ്റർ റീഡിങ് ദ ടെക്സ്റ്റ്. അതിനുശേഷം അതിൻ്റെ ആൻസേഴ്സ് എഴുതണം ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട്. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വേർഡ്സ് ഹൂ, വൈ ആൻഡ് വാട്ട്. ഈ 3 വേർഡ്സാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഡിഡ് പാറു ലിവ്? പാറു ലിവ്ഡ് ഇൻ എ റിമോട്ട് വില്ലേജ്. അതിൻ്റെ ക്വസ്റ്റിനും ആൻസർ അവിടെ തന്നെ ഉണ്ട്. സെക്കൻഡ് വൺ, ഡാഷ് വാസ് പാറൂസ് റിയൽ നെയിം. അവിടെ നമ്മൾ ഏത് വേർഡാണോ വേണ്ടത് അത് ചേർക്കണം. അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് വാട്ടാണ്. വാട്ട് വാസ് പാറൂസ് റിയൽ നെയിം. ഇനി നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാം. പാർവതി വാസ് പാറൂസ് റിയൽ നെയിം. പാർവതി എന്നായിരുന്നു പാറുവിൻ്റെ റിയൽ നെയിം. ദെൻ ദ തേർഡ് ക്വസ്റ്റ്യൻ, ഡാഷ് അഡ്വൈസ്ഡ് പാറു ടു റിട്ടേൺ ഹോം. ഡാഷ്, അവിടെ ഡാഷിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് ഹൂ ആണ്. ഹൂ അഡ്വൈസ്ഡ് പാറു ടു റിട്ടേൺ ഹോം. ആരാണ് പാറുവിനെ വീട്ടിലേക്ക് പോകാൻ അഡ്വൈസ് ചെയ്തത്, ഉപദേശിച്ചത്? ആൻസർ, ഗ്രാൻഡ് മദർ എച്ചു അമ്മ അഡ്വൈസ്ഡ് പാറു ടു റിട്ടേൺ ഹോം. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഡിഡ് പാറു ലുക്ക് ബാക്ക് ടുവേർഡ്സ് ഹെർ ഹോം. ആ ഡാഷ് നമ്മൾ ഫില്ല് ചെയ്യണം. എന്തുകൊണ്ടായിരിക്കാം പാറു അവളുടെ വീട്ടിലേക്ക് നോക്കിയത് എന്നാണ്, തിരിഞ്ഞു നോക്കിയതെന്നാണ് ക്വസ്റ്റ്യൻ. അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് വൈ ആണ്. വൈ ഡിഡ് പാറു ലുക്ക് ബാക്ക് ടുവേർഡ്സ് ഹെർ ഹോം? അതിൻ്റെ ആൻസർ, പാറു ലുക്ക്ഡ് ബാക്ക് ടുവേർഡ്സ് ഹെർ ഹോം ടു നോ ഇഫ് ഹെർ ഫാദർ ഹാഡ് റിട്ടേൺഡ്. അവളുടെ അച്ഛൻ തിരിച്ചു വന്നോ എന്നറിയാൻ വേണ്ടിയാണ് അവൾ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 നോക്കാം. റീഡ് ദ ഫോളോയിങ് പാരഗ്രാഫ് ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് യൂസിങ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വേർഡ്സിൻ്റെ കറക്റ്റ് ഫോം ഉപയോഗിച്ചിട്ട് ആ പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 എക്സാമ്പിൾസ് ആർ ഡൺ ഫോർ യു. 2 ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ ചെയ്യണം. നമുക്ക് ആദ്യം പാരഗ്രാഫ് ഒന്ന് വായിക്കാം. ജിമ്മി ആൻഡ് പിങ്കി വേർ ഗുഡ് ഫ്രണ്ട്സ്. ജിമ്മിയും പിങ്കിയും നല്ല സുഹൃത്തുക്കളായിരുന്നു. വൺ ഡേ ദേ വേർ പ്ലേയിങ് അണ്ടർ എ ബിഗ് മാംഗോ ട്രീ. ഒരു ദിവസം അവരൊരു വലിയ മാവിൻ്റെ ചുവട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ ഹേർഡ് എ സ്ക്വീക്കിംഗ് സൗണ്ട് ഫ്രം സംവെയർ. അവരെവിടുന്നോ ഒരു സ്ക്വീക്കിംഗ് സൗണ്ട്, ഒരു അണ്ണാൻ്റെതുപോലത്തുള്ള സൗണ്ട് കേട്ടു എവിടുന്നോ. ജിമ്മി ലുക്ക്ഡ് അപ്പ്. അവിടെ ബ്രാക്കറ്റിൽ ലുക്ക് എന്ന വേർഡാണ് കൊടുത്തിരിക്കുന്നത്. ആ വേർഡ് ലുക്ക്ഡ് എന്നാക്കി മാറ്റിയിരിക്കുന്നു. ജിമ്മി നോക്കി. ഹി സോ എ സ്ക്വിറൽ ഗ്രീഡിലി ഈറ്റിംഗ് എ റൈപ്പ് മാംഗോ. ഒരു പഴുത്ത മാങ്ങ ഒരു അണ്ണാൻ കഴിക്കുന്നത് അവർ കണ്ടു. ഒരു അണ്ണാൻ ആർത്തിയോടെ കഴിക്കുന്നത് അവർക്ക് കാണാൻ പറ്റി. ഓ റൈപ്പ് മാംഗോസ്, ഓ പഴുത്ത മാംഗോസ്. ജിമ്മി കോൾഡ് ഔട്ട് ലൗഡ്ലി. ജിമ്മി ഉറക്കെ വിളിച്ചു പറഞ്ഞു പഴുത്ത മാങ്ങ എന്ന് പറഞ്ഞു. പിങ്കി റിക്വസ്റ്റഡ്. അവിടെ വേർഡ് തന്നിരിക്കുന്നത് റിക്വസ്റ്റ് ആണ്. അത് റിക്വസ്റ്റഡ് എന്നാക്കി എഴുതിയിരിക്കുന്നു. റിക്വസ്റ്റഡ് ജിമ്മി ടു ഗെറ്റ് ദ റൈപ്പ് മാംഗോസ്. ജിമ്മി ഡാഷ്, ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് പിക്കാണ്. അത് നമുക്ക് പിക്ഡ് എന്നാക്കാം. പിക്ഡ് അപ്പ് സം ഷാർപ്പ് സ്റ്റോൺസ് ഫ്രം ദ ഗ്രൗണ്ട് ആൻഡ് സ്റ്റാർട്ടാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് സ്റ്റാർട്ടഡ് എന്നാക്കാം. സ്റ്റാർട്ടഡ് ത്രോയിങ് ദം അപ്പ് അറ്റ് ദ മാംഗോസ്. എ ബിഗ് റൈപ്പ് മാംഗോ ഫെൽ ഓൺ ദ ഗ്രൗണ്ട്. ജിമ്മി ഒരു കല്ലെടുത്തെറിഞ്ഞപ്പോൾ നല്ല വലിയ ഒരു പഴുത്ത മാങ്ങ താഴെ വീണു. പിങ്കി ആൻഡ് ജിമ്മി റാൻ ഫാസ്റ്റ് ടു പിക്ക് ദ മാംഗോ. ആ പഴുത്ത മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് 2 പേരും ജിമ്മിയും പിങ്കിയും ഓടിച്ചെന്നു. വൈൽ റണ്ണിങ് പിങ്കി ഡാഷ് പുഷ് എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് പുഷ്ഡ് എന്നാക്കാം. പിങ്കി പുഷ്ഡ് ജിമ്മി ആൻഡ് ഡാഷ് സ്നാച്ചാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. സ്നാച്ച്ഡ് എന്നാക്കാം. സ്നാച്ച്ഡ് ദ മാംഗോ. ഓടുന്നതിനിടയിൽ പിങ്കി ജിമ്മിയെ തള്ളി മാറ്റിയിട്ട് മാംഗോ തട്ടിപ്പറിച്ചു. പുവർ ജിമ്മി, ഹി ഡിഡ്ന്റ് ഗെറ്റ് ദ മാംഗോ. പാവൻ ജിമ്മി, അവന് മാംഗോ കിട്ടിയില്ല. ഓൺ സീയിങ് ജിമ്മീസ് സാഡ് ഫേസ് പിങ്കി ഷെയർ ആണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്.
നമുക്ക് ഷെയ്ഡാക്കാം. പിങ്കി ഷെയർഡ് ദ മാംഗോ വിത്ത് ഹിം. അവൻ്റെ ഫേസ്, ദുഃഖം നിറഞ്ഞ ഫേസ് കണ്ടപ്പോൾ പിങ്കി അവനുമായിട്ട് മാംഗോ ഷെയർ ചെയ്തു. ഇനി നമുക്ക് ആക്ടിവിറ്റി 4 നോക്കാം. വേൾഡ് ഫാമേഴ്സ് ഡേ 14th May ഹാസ് അറൈവ്ഡ്. ലോക കർഷക ദിനമായ മെയ് 14 വന്നു. പാറു തോട്ട് ഐ മസ്റ്റ് സർപ്രൈസ് മൈ ഗ്രാൻഡ് മാ. പാറു ചിന്തിച്ചു, എനിക്ക് എൻ്റെ ഗ്രാൻഡ് മദറിന് ഒരു സർപ്രൈസ് കൊടുത്താലോ. ഒരു ഗ്രീറ്റിംഗ് കാർഡ് സർപ്രൈസ് ആയിട്ട് കൊടുത്താലോ. ലെറ്റ്സ് ഹെൽപ്പ് പാറു മേക്ക് ദ ഗ്രീറ്റിംഗ് കാർഡ്. നമുക്ക് പാറുവിനെ ഹെൽപ്പ് ചെയ്യാം ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ. ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാനൊക്കെ കൂട്ടുകാർക്ക് അറിയുന്നതാണ്. നന്നായിട്ട് നല്ല ബോർഡറൊക്കെ വരച്ച് നല്ല കളറുകളൊക്കെ കൊടുത്ത് പിക്ചേഴ്സൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് നല്ല ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുക. അതിൽ നല്ല മെസ്സേജസും കൊടുക്കുക, കർഷകരെക്കുറിച്ചുള്ള മെസ്സേജസ് കൊടുക്കാം. മെസ്സേജ് ഞാനിവിടെ കൊടുക്കാം, കാർഡ് കൂട്ടുകാരുണ്ടാക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ഹാപ്പി ഫാമേഴ്സ് ഡേ HOM എന്ന് കൊടുക്കാം. പിന്നെ അവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഫാമേഴ്സ് ആർ ദ ഹീറോസ് ഹു ഫീഡ് എവ്രി വൺ ഇൻ ദ വേൾഡ്. ലോകത്തിലെ എല്ലാവർക്കും ഭക്ഷണം നൽകുന്നത് ഫാമേഴ്സാണ്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട വേറെ മെസ്സേജുകളും കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ കാർഡ് അടിപൊളിയാക്കുക. നല്ല ഡിസൈനൊക്കെ ചെയ്ത് കളറൊക്കെ കൊടുത്ത് അടിപൊളി ഒരു കാർഡ് ഉണ്ടാക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. പാറു ആൻഡ് ഹെർ ഗ്രാൻഡ് മദർ വേർ ഇൻ ദെയർ പാഡി ഫീൽഡ്. പാറുവും അവളുടെ ഗ്രാൻഡ് മദറും നെൽവയലിലാണുള്ളത്. യു ഹാവ് സീൻ സച്ച് പാഡി ഫീൽഡ്സ് ഹാവിൻറ്റ് യു. നിങ്ങൾ ഇതുപോലെ നെൽകൃഷി ചെയ്യുന്ന വയലുകൾ കണ്ടിട്ടുണ്ടോ? ഡ്രോ എ പിക്ചർ ഓഫ് എ പാഡി ഫീൽഡ് ഇൻ യുവർ നോട്ട്ബുക്ക്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു പാഡി ഫീൽഡിൻ്റെ, നെൽവയലിൻ്റെ പിക്ചർ വരയ്ക്കുക. റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസ് എബൌട്ട് ഇറ്റ്. എന്നിട്ട് അതിനെക്കുറിച്ച് കുറച്ച് സെൻറ്റൻസുകൾ എഴുതുക. പിക്ചർ കൂട്ടുകാർ നോട്ട്ബുക്കിൽ അടിപൊളിയായിട്ട് വരയ്ക്കുക. സെൻറ്റൻസ് നമുക്കിവിടെ എഴുതാം. പാഡി ഫീൽഡ്സ് ആർ വാസ്റ്റ് ബ്യൂട്ടിഫുൾ ലാൻഡ് ഏരിയ വേർ റൈസ് പ്ലാന്റ്സ് ആർ ഗ്രോൺ. പാഡി ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ വിശാലമായ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അവിടെയാണ് നെൽച്ചെടികൾ വളരുന്നത്. ദേ ആർ യൂഷ്വലി കവേർഡ് വിത്ത് മഡി വാട്ടർ. പൊതുവേ അത് ചെളിവെള്ളം നിറഞ്ഞതായിരിക്കും. ഫാമേഴ്സ് പ്ലാന്റ് പാഡി സീഡ്ലിങ്സ് ദർ. അവിടെയാണ് കർഷകർ നെൽച്ചെടികൾ നടുന്നത്, ഞാറ് നടുന്നത്. ദേ ടേക്ക് കെയർ ഓഫ് ദം അൻറ്റിൽ ദേ ആർ റെഡി ടു റീപ്പ്. അവർ നന്നായി പരിപാലിച്ച് വളവും വെള്ളമൊക്കെ കൊടുത്ത് നന്നായി പരിപാലിച്ച് വിളവെടുക്കാൻ പാകമാക്കും. ദ റീപ്പ് ദ പാഡി പ്ലാന്റ്സ് ആൻഡ് മേക്ക് റൈസ് ഔട്ട് ഓഫ് ദം ആൻഡ് ഫീഡ് എവരിബഡി. അങ്ങനെ അവർ അതിൽ നിന്ന് വിളവെടുത്ത് അരിയുണ്ടാക്കി എല്ലാവരെയും ഫീഡ് ചെയ്യും. ഇറ്റ്സ് റിയലി എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ടു ലുക്ക് അറ്റ് ദ പാഡി ഫീൽഡ്സ്. നെൽവയലുകളിലേക്ക് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞത് തന്നെ ഒരു മനോഹരമായ കാഴ്ചയാണ്, അല്ലെങ്കിൽ ഒരു വണ്ടർഫുള്ളായ എക്സ്പീരിയൻസ് ആണ്. ഇനി നമുക്ക് 6th ആക്ടിവിറ്റി നോക്കാം. HOM എൻജോയ്ഡ് ദ ബ്യൂട്ടി ഓഫ് ദ ഗ്രീൻ പാഡി ഫീൽഡ്. ആ നല്ല പച്ച നിറമുള്ള നെൽവയലുകളുടെ ഭംഗി HOM നന്നായി ആസ്വദിക്കുന്നുണ്ട്. ഷീ ഹെൽഡ് ദ ഗ്രീൻ പാഡി പ്ലാന്റ്സ് ക്ലോസ് ടു ഹെർ ചെസ്റ്റ് ആൻഡ് സ്റ്റാർട്ടഡ് സിംഗിങ് എ ബ്യൂട്ടിഫുൾ ഫോക്ക് സോങ്. അവർ ഒരു കറ്റ നെല്ലെടുത്ത് സ്വന്തം നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഒരു നല്ല മനോഹരമായ നാടോടിപ്പാട്ട് പാടാൻ തുടങ്ങി. റീഡ് ദ സോങ് ആൻഡ് ആഡ് മോർ ലൈൻസ് ടു ഇറ്റ്. ആ സോങ് വായിച്ചിട്ട് കൂടുതൽ ലൈൻസ് ആഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വി ആർ ഫാമേഴ്സ് ഓൺ ദിസ് ലാൻഡ്, വി പ്ലോ ദ സോയിൽ, വി ടിൽ ദ സോയിൽ, വി സോ ദ സീഡ്സ്, വി സീ ദം ഗ്രോ, വി ആർ ഹാപ്പി ഇൻ ദിസ് വേൾഡ്. വി ആർ ഫാമേഴ്സ് ഓൺ ദിസ് ലാൻഡ്. നെക്സ്റ്റ് ലൈൻസ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. നമുക്ക് 2 ലൈൻസ് ആഡ് ചെയ്യാം. വി വാട്ടർ ദ പ്ലാന്റ്സ്, വി ആഡ് മാന്യൂർ ഇൻ ദ സോയിൽ, വി ആർ ഹാപ്പി ഇൻ ദ വേൾഡ്. നെക്സ്റ്റ് ലൈനും കൂടി നമ്മൾ ഫില്ല് ചെയ്യാനുണ്ട്. വി ആർ ഫാമേഴ്സ് ഓൺ ദിസ് ലാൻഡ്, വി സിംഗ് ദ ഫോക്ക് സോങ്സ്, വി റീപ്പ് ദ പാഡി, വി ആർ ഹാപ്പി ഇൻ ദിസ് വേൾഡ്. ഇതുപോലെ കൂടുതൽ ലൈൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഇതിലും കൂടുതൽ ലൈൻസ് ആഡ് ചെയ്യാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 7 നോക്കാം. പ്രോഗ്രാം നോട്ടീസ്. ദ ഫാമേഴ്സ് ക്ലബ് ഓഫ് കണികത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാസ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ഫാമേഴ്സ് ഡേ ഓൺ ചിങ്ങം 1. ചിങ്ങം 1 കണികത്തൂർ ഗ്രാമപഞ്ചായത്ത് ഫാമേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അവരുടെ പ്രോഗ്രാം നോട്ടീസാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് വായിച്ചിട്ട് നമ്മൾ അതേപോലെ ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഫാമേഴ്സ് ക്ലബ് ഇൻ യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ദ ഹാർവസ്റ്റ് ഓഫ് വെജിറ്റബിൾസ് ഗ്രോൺ ഇൻ ദ വെജിറ്റബിൾ ഗാർഡൻ ഓഫ് ദ സ്കൂൾ. സ്കൂളിലെ പച്ചക്കറിത്തോട്ടത്തിലെ വിളവെടുപ്പ് സെലിബ്രേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സ്കൂളിലെ ഫാമേഴ്സ് ക്ലബ്ബ് തീരുമാനിച്ചിരിക്കുന്നു. അതിനുവേണ്ടി ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോട്ടീസ് പ്രിപ്പയർ ചെയ്യാം. ആദ്യമേ തന്നെ സ്കൂളിലെ പേര് കൊടുക്കുക, നിങ്ങളുടെ സ്കൂളിലെ പേര് കൊടുക്കുക. ദെൻ വെജിറ്റബിൾ ഹാർവസ്റ്റ് സെലിബ്രേഷൻ, അതിന് താഴെയായിട്ട് നോട്ടീസ് കൊടുക്കുക. ദെൻ ബോഡി ഓഫ് ദ നോട്ടീസ്. ഡിയർ ഫ്രണ്ട്സ്, ദ ഫാമേഴ്സ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ദ ഹാർവസ്റ്റ് ഓഫ് വെജിറ്റബിൾസ് ഗ്രോൺ ഇൻ അവർ വെജിറ്റബിൾ ഗാർഡൻ. വി ഇൻവൈറ്റ് ഓൾ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് ടു ദ ഇവൻറ്റ്. അതിനുശേഷം ഡേറ്റ്, ടൈം, വെന്യൂ അഥവാ വേദി, സ്ഥലം ഏതാണെന്ന് കൊടുക്കാം. താഴെയായിട്ട് പ്ലേസ്, ഡേറ്റ് അത് എഴുതാനുള്ള സ്ഥലം കൊടുക്കാം. അവിടെ പ്ലേസും ഡേറ്റും ആഡ് ചെയ്യണം. അതിന് നേരെയായിട്ട് സെക്രട്ടറി എന്ന് കൊടുക്കാം.
ഇങ്ങനെ നമുക്ക് നോട്ടീസ് പ്രിപ്പയർ ചെയ്യാം. സീഡ് ആൻഡ് സോയിൽ എന്ന ചാപ്റ്ററിലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്തു. കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.